ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ MA ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണ്. MEG 15 കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ തിയറി ആൻഡ് പ്രാക്ടീസ് ആണ്. സോ ഇവിടെ നമ്മൾ ബ്ലോക്ക് 4 ആണ് ഇന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സോ ബ്ലോക്ക് 4ൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് വേൾഡ് ലിറ്ററേച്ചർ 1. സോ ഇവിടെ നമ്മൾ വേൾഡ് ലിറ്ററേച്ചറിനെ എങ്ങനെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വർക്കുകളിൽ നമുക്ക് കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് യൂണിറ്റ് തന്നെ ഫോക്കസ് ചെയ്യുന്നത് വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി എന്നാണ്. എങ്ങനെയാണ് റിയാലിറ്റിയെ നോക്കിക്കാണുന്നത്, അതാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. സോ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് വെച്ചാൽ ആ ഇൻട്രൊഡക്ഷനുള്ള ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. ആക്ച്വലി ആ ഒരു പാർട്ട് ഇസ് ബ്യൂട്ടിഫുൾ, ജസ്റ്റ് റീഡ് ഇറ്റ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. What is reality? Something that you see around you, something that you feel deep inside you, something that tells you that is the truth, or something that others tell you about. Reality is all this and much more. It is related to each individual's experience with him or herself and the outside world. But the reality of one may differ from that of the other on the same subject, because the perspective or the ways of looking at reality of each individual may be different. അല്ലേ? റിയാലിറ്റി എന്താണ് റിയാലിറ്റി? അതാണ് ഇവിടെ ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ റിയാലിറ്റി, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും റിയാലിറ്റി. അല്ലെങ്കിൽ എന്താണ് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയാണ്, ഇതാണ് സത്യം, അതാണ് നമ്മുടെ റിയാലിറ്റി. ഇനി ചിലപ്പോൾ എന്താണ് ആരെങ്കിലും നമ്മളോട് വന്ന് പറഞ്ഞതായിരിക്കും, അതായിരിക്കും നമ്മുടെ റിയാലിറ്റി. അപ്പൊ റിയാലിറ്റി ഇതൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിനും കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണ് എന്ന് വെച്ചാൽ റിയാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓരോ ഇൻഡിവിജ്വലിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എന്ന് വെച്ചാൽ അവർക്ക് ഈ ലോകത്തോടുള്ള എക്സ്പീരിയൻസിൽ നിന്ന്, അതുപോലെ സ്വയം മനസ്സിലാക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒക്കെയാണ് ഒരാളുടെ റിയാലിറ്റി വരുന്നത്. ഇനി ഒരാൾക്കുള്ള റിയാലിറ്റി തന്നെ ആവണമെന്നില്ല മറ്റൊരാൾക്കുള്ള റിയാലിറ്റി. കാരണം എന്തുകൊണ്ടാണ്, ഓരോരുത്തരും ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ റിയാലിറ്റിയെ പോർട്രേ ചെയ്യുന്നതും വ്യത്യസ്തമായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ലിറ്ററേച്ചറിൽ റിയാലിറ്റി പോർട്രേ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എഴുതുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു റൈറ്റർ എഴുതുന്നുണ്ടാവുക. ആ വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ഇൻസിഡൻറ്റിനെ നോക്കിക്കാണുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ, പിന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഈ എക്സിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടപ്പോഴാണ് ഞാനൊരു മോശക്കാരനായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരി ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീൽസ് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ആ പേഴ്സന്റെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ റിയാലിറ്റി ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഓരോ വ്യക്തികൾക്ക് എന്താണ് ഡിഫറെൻ്റ് ആയ റിയാലിറ്റീസ് ആണ്. അപ്പോൾ ഈ റിയാലിറ്റിയാണ് അവർ അവരുടേതായ രീതിയിൽ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആസ് ഐ സെഡ് ഓൾവേസ്, എപ്പോഴും ഞാൻ എങ്ങനെയാണ് പറയാറ്, നിങ്ങളോട് ടെക്സ്റ്റ് ബുക്ക് കൂടെ കീപ്പ് ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു പെൻ ആൻഡ് പേപ്പർ കൈവയ്ക്കുക. വെനെവർ ഞാൻ എന്തെങ്കിലും അഡീഷണൽ ഇൻഫോർമേഷൻ തരുവാണെങ്കിൽ അത് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ ഫോളോ മൈ സ്ലൈഡ്സ്. ക്ലാസ് കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാതെ സ്ലൈഡ്സ് ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിലൊപ്പം വായിച്ചു പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ദെൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞോടുകൂടി ആ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഭാഗമാണോ നമ്മൾ എടുത്തത് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അത്രേ വേണ്ടോ, യു വിൽ പാസ് ദ എക്സാം. ഓക്കെ, സോ അത്രേ ഈസിയാണ് ഈ ഒരു പാർട്ട്. എങ്ങനെയാണ് ഓരോ വ്യക്തികൾ റിയാലിറ്റിയെ നോക്കിക്കാണുന്നത്, അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ റിയാലിറ്റി ക്യാൻ ബി വാട്ട് വി സീ, ഫീൽ, ബിലീവ് ഓർ വാട്ട് അതേഴ്സ് ടെൽ us. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് റിയാലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യമായിരിക്കും. ഡിഫറെൻറ്റ് പീപ്പിൾ മേ സീ ദ സെയിം സിറ്റുവേഷൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. അല്ലേ, പല ആളുകൾ അവരുടേതായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും നോക്കി കാണുക. ഇനി ഇതേ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ വരുന്നത്? ദാറ്റ് മീൻസ് ഈ ഒരു മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് എങ്ങനെയാണ് വരുന്നത്? ഡെഫിനറ്റ്ലി ഓരോ വ്യക്തികൾ ഓരോരുത്തരാണ്, പല രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. സോ അങ്ങനെയാണ് അവർ ഓരോരുത്തരും വർക്കുകൾ എഴുതുക. ഇപ്പം ഞാൻ എഴുതുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി എഴുതുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ ആണ് വാലേ സ്റ്റീവൻസിന്റെ പോയം 13 ways of looking at a black bird. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് തന്നെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ആണ്, എന്ന് വെച്ചാൽ മെനി പേഴ്സ്പെക്റ്റീവ്സ് ആണ് വാലേ സ്റ്റീവൻസ്
കാണിച്ച് തരുന്നത്. ദ പോയം എൻകറേജസ് റീഡേഴ്സ് ടു ക്വസ്റ്റ്യൻ ഫിക്സ്ഡ് അസംഷൻസ്. എന്ന് വെച്ചാൽ ഈ പോയം എന്താണ് റീഡേഴ്സിനെ എൻകറേജ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു കാര്യത്തിന് ഒറ്റ മീനിങ്ങേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ആ ഒരു കൺക്ലൂഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ പേഴ്സ്പെക്റ്റീവേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഐഡിയയെ ക്വസ്റ്റ്യൻ ചെയ്യാണ് ഇവിടെ ഈ പോയം. എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പോയം നമ്മളെ എൻകറേജ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ ഷോസ് യൂണിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എലമെന്റ്സ് സച്ച് എസ് മാൻ, വുമൻ ആൻഡ് ദ ബ്ലാക്ക് ബേർഡ്. അതുപോലെ തന്നെ ആ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുക പല എലമെന്റ്സിന്റെ യൂണിറ്റിയാണ്. എന്തൊക്കെയാണ്? സ്ത്രീ, അതുപോലെ പുരുഷൻ, അതിലുള്ള ബ്ലാക്ക് ബേർഡ്, ഇതിൻ്റെയൊക്കെ ഒരു യൂണിറ്റിയാണ് നിങ്ങൾക്ക് ആ പോയത്തിൽ കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ആ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഇതൊരു എക്സാമ്പിൾ ആണെന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ഷാദ്വാദ് അനേകന്ത്വാദ് ഇൻ ജൈനിസം. ജെയിൻ ഫിലോസഫിയിലെ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ആനയെ കാണുന്ന ഒരു സ്റ്റോറി പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. 5 പേര് ചേർന്ന് ആനയെ കാണാൻ പോകുന്നു. എന്ന് വെച്ചാൽ 5 ബ്ലൈൻഡ് ആയ ആളുകളാണ് ആനയെ കാണാൻ പോകുന്നത്. ദെൻ ഓരോരുത്തരും ആനയുടെ ഓരോ ഭാഗം ടച്ച് ചെയ്തിട്ട് അവരുടേതായ വ്യൂ പോയിന്റിൽ ആനയെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ആ സ്റ്റോറി ജെയിൻ ഫിലോസഫിയിൽ ഉള്ളതാണെന്നാണ് പറയുന്നത്. ഈച്ച് ബ്ലൈൻഡ് മാൻ ടച്ചസ് എ ഡിഫറെന്റ് പാർട്ട് ആൻഡ് ഡിസ്ക്രൈബ് ദ എലിഫന്റ് ഡിഫറെന്റ്ലി. സോ നോ വൺ ക്യാൻ സീ ദ ഹോൾ എലിഫന്റ്. അല്ലെ, ആ ഒരു ഫുൾ എലിഫന്റിനെ എല്ലാവർക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്നില്ല. അവരെല്ലാവരും എന്താണ്, അവരുടേതായ ഒരു വ്യൂ പോയിന്റിലാണ് ആ ഒരു എലിഫന്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർലി എന്താ കാണിക്കുന്നത്? ഹ്യൂമൻ നോളജ് വളരെ ലിമിറ്റഡ് ആണ്. അത് സത്യമാണ് അല്ലെ. നമുക്ക് ഇപ്പോൾ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി, ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഇടിച്ച ആളേനെ നമ്മൾ കുറ്റം പറയാം. പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെ ആദ്യമേ ഉണ്ടായിരുന്ന ആൾക്ക് വേറെ ആയിരിക്കും റിയാലിറ്റി. എന്ന് വെച്ചാൽ മരിച്ചുപോയ ആളായിരിക്കും ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ നമുക്കറിയില്ല. സോ ഹ്യൂമൻ നോളജ് ഈസ് ലിമിറ്റഡ് എന്നാണ് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി ഇറ്റ് റിഫേഴ്സ് ടു പ്ലൂറലിസം ആൻഡ് മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ്. അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റോറി കൊണ്ട് ഉദ്ദേശിച്ചത്? ഈ ഷദ്വദ് അല്ലെങ്കിൽ അനേകന്ത്വാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിഫേഴ്സ് ടു പ്ലൂറലിസം, മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ്. എന്താണ്? ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. മേ ബി പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഈ ഒരു കണ്ടംപററി ലിറ്ററേച്ചറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇതാണ്. മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സിലാണ് വർക്കുകൾ എഴുതുന്നത്. സോ അത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഇതിലെല്ലാം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് കാണാം. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ട്രൂത്ത് ആൻഡ് റിയാലിറ്റി ആർ സീൻ ഫ്രം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്. സത്യവും റിയാലിറ്റിയും പല പേഴ്സ്പെക്റ്റീവിൽ കാണിക്കാം, അതാണ് കാണിക്കുന്നത്. ഒരു സിംഗിൾ വ്യൂ പോയിന്റ് കംപ്ലീറ്റ് ട്രൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ ഇൻസിഡന്റിനും ഓരോരുത്തർക്ക് അവരുടേതായ റിയാലിറ്റി ഉണ്ട്, അത് അവർ പറയും ചെയ്യും. സോ ഇറ്റ്സ് ഡിഫറെന്റ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇറ്റ് എൻകറേജസ് അണ്ടർസ്റ്റാൻഡിങ് ദ ബിലീവ്സ് ഓഫ് അതേഴ്സ്. അപ്പൊ ഇതെന്താണ്? മറ്റുള്ളവരുടെ ബിലീവ്സിനെ എന്താ പറയാ, ആ ഒരു ബിലീഫിനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ള അതിനെ എൻകറേജ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പറയും ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ലിറ്ററേച്ചറിന്റെ ഒരു സ്റ്റുഡൻറ്, അവർക്ക് മറ്റുള്ളവരുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയും. ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയ ഒരു വ്യക്തി മറ്റുള്ളവരുടെ റിയാലിറ്റിയും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് പറയും. സോ അതിനെ ഇവിടെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററേച്ചർ വായിക്കുമ്പോൾ വാട്ട് വി ആർ സീയിങ്, നമ്മൾ ഒരു ഇൻസിഡൻറ്റിനെ തന്നെ പലരും പല രീതിയിൽ പറയുന്നത് നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. വെനെവർ വി റീഡ് എ സ്റ്റോറി, അപ്പോൾ ചിലപ്പോൾ എന്താണ്, ദളിത് ലൈഫിനെ കുറിച്ച് നമ്മളൊരു സ്റ്റോറി വായിക്കുകയായിരിക്കും. സോ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു വ്യക്തിയുടെ കഥ കേൾക്കുമ്പോൾ അതേ ദളിത് ലൈഫിനെ കുറിച്ച് മറ്റൊരാൾ എഴുതിയിട്ടുണ്ടാവും. സോ വേറൊരു സൈഡിലെ സ്റ്റോറിയാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്. സോ ഇത് നമ്മുടെ ഉള്ളിലും എന്താണ്, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ വി വിൽ സീ ദീസ് എന്താ പറയുക ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ്. ആ ഒരു എന്താ പറയുക, ഒരു വർക്കിൽ തന്നെ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് നമുക്ക് പഠിക്കാൻ സാധിക്കും, കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ദളിത് ലിറ്ററേച്ചർ എടുക്കുന്നു, ദളിത് ലിറ്ററേച്ചർ എടുത്ത് 2 ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ദളിതിൽ നിന്ന് തന്നെ എടുത്തിട്ട് എങ്ങനെയാണ് വ്യൂ പോയിന്റ്സുകൾ അവർ ഷെയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈച്ച് ഓതറിൻ്റെ റിയാലിറ്റി എന്തായിരുന്നു എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് തന്നെയാണ്, ആ ഒരു ഐഡിയ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്.
ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ്. എന്താണ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് മൾട്ടിപ്പിൾ വ്യൂസ്. കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യുന്നത് ഡിഫറെൻറ്റ് നറേറ്റീവ്സും പെർസ്പെക്റ്റീവ്സുമാണ്. ഷെയറിംഗ് ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് വേൾഡ് ലിറ്ററേച്ചർ ബെറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്യുന്നത് നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? അത് നമ്മളെ ഈ വേൾഡ് ലിറ്ററേച്ചറിനെ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുകയാണെന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി. എന്താണ് ഒരു വലിയ ഈ റിയാലിറ്റിയുടെ ഒരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുകയാണ് ചെയ്യുന്നത്. റൈറ്റേഴ്സ് റിയാലിറ്റി ഈസ് എൻ ഇൻസൈഡർ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓട്ടോബയോഗ്രഫീസ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ, ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുക. ഓട്ടോബയോഗ്രഫി എങ്ങനെയാണ്? ഓട്ടോബയോഗ്രഫി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള നമ്മുടെ റിയാലിറ്റിയെ എങ്ങനെ പോർട്രേ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഓട്ടോബയോഗ്രഫിയിൽ കാണുന്നത്. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ വർക്ക് എടുത്താൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന അദ്ദേഹത്തിന്റെ റിയാലിറ്റിയാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. സോ ഓരോ റൈറ്ററും അവർ ഓട്ടോബയോഗ്രഫീസ് എഴുതുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന റിയാലിറ്റിയാണ് ജനങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ ആ ഒരു സെക്ഷൻ ശ്രദ്ധിക്കാം. Writers express their personal experiences through autobiographies. These writings show both similarities and differences in experiences. അപ്പോൾ എന്താണ് റൈറ്റേഴ്സ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഓട്ടോബയോഗ്രഫിയിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഈ റൈറ്റിങ്സ് സിമിലാരിറ്റീസും ഡിഫറൻസസും എക്സ്പീരിയൻസിൽ കാണിക്കുന്നത് കാണാം. ഇപ്പോൾ ഫ്രീഡം മൂവ്മെന്റിനെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ തന്നെ ആവണമെന്നില്ല മറ്റൊരു വ്യക്തി അതിനെക്കുറിച്ച് എഴുതിയപ്പോൾ വന്നിട്ടുണ്ടാവുക. സോ രണ്ടുപേരുടെയും ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് ഒരു ഇൻസിഡന്റിനെ കുറിച്ച് തന്നെ നമുക്ക് എന്തിലൂടെ കാണാൻ സാധിക്കും? ഓട്ടോബയോഗ്രഫീസിലൂടെയൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഷേപ്പ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. സച്ച് റൈറ്റിംഗ്സ് ഓഫൻ ഷോ സ്ട്രോങ് പേഴ്സണൽ സബ്ജക്റ്റിവിറ്റി. അപ്പോൾ എന്താണ് ആ ഒരു വർക്കുകളിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ആ ഒരു സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഒരു ഇൻഡിവിജ്വലിന്റെ എക്സ്പീരിയൻസിനെ ഷെയ്പ്പ് ചെയ്യുന്നത് ഈ സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റിങ്സ് എപ്പോഴും എന്താണ് പേഴ്സണലി ഉള്ള അല്ലെങ്കിൽ പേഴ്സണൽ സബ്ജക്റ്റിവിറ്റിയാണ്, പേഴ്സണൽ ഫീലിങ്സിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ ഓട്ടോബയോഗ്രഫി ഡെഫിനറ്റ്ലി ഇറ്റ്സ് അബൌട്ട് അവർ സെൽഫ്. നമ്മളെക്കുറിച്ച് എഴുതുന്ന വർക്കാണ്. അപ്പം നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ കാര്യങ്ങളെയാണ് നമ്മൾ അതിൽ പ്രാധാന്യം കൊടുക്കുക. ഇപ്പം ഞാൻ നോക്കിക്കാണുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഓക്കെ ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു വീട്ടിൽ 2 പേര് റൈറ്റേഴ്സാണ്, ഞാനും എൻ്റെ സിസ്റ്ററും റൈറ്റേഴ്സാണെന്ന് വിചാരിക്കാം. എൻ്റെ വീടിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ആയിരിക്കണമെന്നില്ല എൻ്റെ സിസ്റ്റർ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് ചിലപ്പോൾ എൻ്റെ വീട് ഹെവൻ ആയിരിക്കാം, ചിലപ്പോൾ അവൾക്ക് അത് ഹെവൻ ആവണമെന്നില്ല. സോ അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസിലും പേഴ്സ്പെക്റ്റീവ്സിൽ നിന്നും വരേണ്ട കാര്യമാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നതാണ്. സോ ദാറ്റ് ഈസ് ഓട്ടോബയോഗ്രഫി. അപ്പോൾ ഓട്ടോബയോഗ്രഫിയിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക എക്സ്പീരിയൻസുകളും കാണാൻ സാധിക്കും, സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ഓട്ടോബയോഗ്രഫീസ് നോക്കുകയാണ്. ഈ ഓട്ടോബയോഗ്രഫീസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നാഷണൽ ലീഡേഴ്സിൻ്റെ ഓട്ടോബയോഗ്രഫി. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നാഷണൽ ലീഡേഴ്സിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഡെഫിനറ്റ്ലി മഹാത്മാഗാന്ധി, ദെൻ BR അംബേദ്കർ. അതാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധി എഴുതുന്ന പോലെ ആയിരിക്കില്ല BR അംബേദ്കർ നാഷണൽ മൂവ്മെന്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ വർക്കിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം, മഹർ കാസ്റ്റിന്റെ ബുദ്ധിമുട്ടുകൾ, ലോവർ കാസ്റ്റിന്റെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് BR അംബേദ്കർ. മഹാത്മാഗാന്ധി കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ കാര്യത്തിനെ 2 വ്യൂ പോയിന്റിൽ എഴുതുന്നത് നിങ്ങൾക്ക് ഓട്ടോബയോഗ്രഫിയിലൂടെ കാണാൻ സാധിക്കുമെന്ന്. നെക്സ്റ്റ് ജവഹർലാൽ നെഹ്റു, ഡെഫിനറ്റ്ലി അനദർ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. മാർട്ടിൻ ലൂതർ കിങ്, APJ അബ്ദുൽ കലാം, ഇവരൊക്കെ എന്താണ് ഓട്ടോബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്. അവരുടെ റൈറ്റിങ്സ് പേഴ്സണൽ ഗ്രോത്തും സ്ട്രഗിൾസും ഒക്കെയാണ് കാണിക്കുന്നത്. ഡിസ്ക്രിമിനേഷനെ കുറിച്ച്, ഇംപ്രിസൺമെന്റിനെ കുറിച്ച്, സഫറിങ്ങിനെ കുറിച്ച് ഒക്കെ അവരുടെ വർക്കുകളിൽ എന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടെക്സ്റ്റുകളെല്ലാം എന്താണ് റീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അവരുടെ സ്റ്റോറീസിൽ നിന്ന്, ആ ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് ഒക്കെ എന്താണ് ജനങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാറ്റിലും ഒരു ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം, ആ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്യാം അല്ലേ? സോ ദാറ്റ്സ് എ തിങ്. നമ്മൾ അതാണ് ഇവിടെ നോക്കുന്നത്. എന്താണ്, നമുക്ക് ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് ഓരോ വർക്കുകളിൽ
നാഷണൽ മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് നമ്മൾ ഇത്രയും പേരുടെ വർക്ക് എടുത്ത് വെക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റിനെ കുറിച്ച്, ആ ഒരു ലൈഫിനെ കുറിച്ച് എങ്ങനെയാണ് ഇവരെല്ലാം സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പേഴ്സണൽ സ്ട്രഗിളിനെ കുറിച്ച് ഇവരെങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഓട്ടോബയോഗ്രഫീസ് ഓഫ് വിമൻ, സ്ത്രീകളുടെ ഓട്ടോബയോഗ്രഫി. അപ്പോൾ വിമൻ റൈറ്റേഴ്സ് എപ്പോഴും എന്താണ്, ആ ഒരു ജെൻഡർ കൾച്ചർ എന്ന് വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഒരു ജെൻഡറിന്റെ ബേസിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തുണ്ടായിരുന്ന സംസ്കാരത്തിന്റെ ബേസിലൊക്കെ ആയിരിക്കും എന്താണ് സ്ത്രീകൾ അവരെ കുറിച്ച് എഴുതുന്നത്. ദെൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ് രാസസുന്ദരി ദേവി. അമർ ജിബാൻ എന്ന് പറഞ്ഞതാണ് അവരുടെ വർക്ക്. അതിലെ ആ ഒരു സീക്രട്ട് ആയിട്ട് അവരെങ്ങനെ വായിക്കാൻ പഠിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവരെ എഴുതുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്ട്രഗിൾസ്, ദെൻ ആ സ്ട്രഗിൾസിനിടയിൽ അവരെങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് രാസസുന്ദര ദേവി അവരുടെ വർക്കിൽ എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് പഠിക്കാനുണ്ട്, ഈ ഒരു ബ്ലോക്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് സാലി മോർഗന്റെ മൈ പ്ലേസ് എന്ന് പറഞ്ഞ വർക്കാണ്. ഇതിലൂടെ അബോർജിനൽ ഐഡന്റിറ്റി, കൊളോണിയൽ ഹിസ്റ്ററി ഒക്കെയാണ്, എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലുള്ള അബോർജിനൽ ഐഡന്റിറ്റി, കൊളോണിയൽ ഹിസ്റ്ററി ഒക്കെയാണ് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുള്ളത്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, മൈ ഫേവറേറ്റ് പേഴ്സൺ, മായ ആഞ്ചലോ, ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. ഇതിൽ എന്താ കാണിക്കുന്നത്, റേസിസം, അതുപോലെ തന്നെ ആഫ്രിക്കൻ അമേരിക്കൻ വിമന്റെ സ്ട്രഗിൾസ്, അവരോട് ജനങ്ങൾ കാട്ടിയിരുന്ന അബ്യൂസ്, ഇതൊക്കെയാണ് മായ ആഞ്ചലോ ആ വർക്കിൽ എഴുതിയിട്ടുള്ളത്. സോ മൂന്നും സ്ത്രീകളാണ് അല്ലേ, പക്ഷെ മൂന്ന് സ്ത്രീകളും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഈ വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ജെൻഡർ ഇൻഈക്വാലിറ്റി കാണാം. സോ യു ഗൈസ് ക്യാൻ സ്റ്റഡി ദാറ്റ്, യു ഗൈസ് ക്യാൻ കമ്പയർ ദിസ് അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഓരോ റൈറ്റേഴ്സും അവരുടെ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായി അവർ ഫേസ് ചെയ്ത ഇഷ്യൂയിൽ എങ്ങനെയാണ് ജെൻഡർ ഇൻഈക്വാലിറ്റി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ദളിത് ഓട്ടോബയോഗ്രഫീസ് ആണ്. ഓക്കെ, ദളിത് ഓട്ടോബയോഗ്രഫീസിലെല്ലാം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ആ ഒരു ജീവിതത്തെയാണ് പോർട്രേ ചെയ്യുന്നത്. അത് നമുക്കറിയാം. ഇപ്പോൾ അക്രമഷി അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓം പ്രകാശ് വാൽമീകിയുടെ വർക്കുകൾ. അപ്പോൾ ആ വർക്കുകളിലെല്ലാം നിങ്ങൾ എന്താ കണ്ടിട്ടുണ്ടാവുക, ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള മാർജിനലൈസ്ഡ് ആയ ആ ഒരു ലോവർ കാസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു സോ കോൾഡ് ലോവർ കാസ്റ്റ്, ആക്ച്വലി അവർ ലോവർ കാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. വൈ വി നീഡ് ടു അഡ്രസ് എന്താ പറയുക കമ്മ്യൂണിറ്റി ലൈക്ക് ദിസ്, അതിൻ്റെ ആവശ്യമില്ല. ദേ ആർ ഈക്വൽ ടു അസ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിനെ എന്താ പറയുക, ആ ഒരു വിഭാഗത്തിനെ കുറിച്ചിട്ടായിരിക്കും, ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആ ഒരു വിഭാഗത്തിനെ കുറിച്ചിട്ടാണ് അവരുടെ വർക്കിലെല്ലാം വന്നിട്ടുള്ളത്. ദേ ക്രിറ്റിസൈസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെ. അവരെന്താണ് പൊതുവെ ക്രിറ്റിസൈസ് ചെയ്യുക, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. ബ്രാഹ്മണിക്കൽ ഡൊമിനേഷൻ, ബ്രാഹ്മിൻസിന്റെ ആ ഒരു ആധിപത്യത്തെ ആയിരിക്കും അവരെ കൂടുതലും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് ശരൺ കുമാർ ലിംബാലയുടെ അക്കർമഷി, ശാന്താബായി കാംബ്ലെയുടെ ചോര കുൽഹാറ്റീക്ക, ഓം പ്രകാശ് വാൽമീകിയുടെ ജൂതൻ, ബാമയുടെ സംഗതി. ഇതൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള വർക്കുകളാണ്. ഈ ടെസ്റ്റിലെല്ലാം പ്രസന്റ് ചെയ്യുന്നത് അവരുടെ റിയൽ സ്ട്രഗിൾസും അതുപോലെ തന്നെ ദളിത് കമ്മ്യൂണിറ്റിയുടെ എക്സ്പീരിയൻസുകളാണ്. പക്ഷേ ഈ എല്ലാ എക്സ്പീരിയൻസും സിമിലർ ആവുമോ? ഡു യു തിങ്ക് ഈ എല്ലാ എക്സ്പീരിയൻസുകളും എന്താ പറയുക എല്ലാവർക്കും ഒരുപോലത്തെ സ്റ്റോറി ആവോ? അല്ല. അവരുടെ സ്ട്രഗിൾസിന് അവരുടേതായ പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതും നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ്. ദെൻ ജൂതനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ദളിറ്റ്സ് ഫേസ് ചെയ്യുന്ന ഹ്യൂമിലിയേഷൻ ആണ്. എന്ന് വെച്ചാൽ ആ ബാക്കി വന്ന ഭക്ഷണം കഴിക്കേണ്ട ആ അവസ്ഥയാണ് ജൂതനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അക്കർമഷിയിലെ ഒരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡിന്റെ പെയിൻ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡിന്റെ പെയിൻ ആണ് നിങ്ങൾക്ക് അക്കർമഷിയിലെ കാണാൻ സാധിക്കുക. ചോര കുൽഹാട്ടിക്ക എന്ന് പറഞ്ഞ വർക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു ഡാൻസറിന്റെ മകന്റെ ജീവിതമാണ്. ആ ഡാൻസറിന്റെ മകൻ പിന്നീട് എങ്ങനെ ഡോക്ടറായി, എന്ന് വെച്ചാൽ പോവർട്ടിയിൽ നിന്നൊക്കെ മാറി ഫൈറ്റ് ചെയ്ത് എങ്ങനെ ഡോക്ടറായി. സോ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയും കൂടിയാണ് എന്ത് വരുന്നത്, ചോര കുൽഹറ്റീക്ക എന്ന് പറഞ്ഞ വാക്ക്. ബാമയുടെ സംഗതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കാസ്റ്റ് ജെൻഡർ ഒപ്രഷൻ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ജെൻഡർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ, ഒരു വിമൺ എഴുതുമ്പോൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയും എന്താണ്, വിമൺ
ഡബിളി ഒപ്രസ്ഡ് ആണ്, നമ്മുടെ സമൂഹത്തിൽ ഡബിളി ഒപ്രസ്ഡ് ആണ് സ്ത്രീകൾ എന്ന് പറയും. സോ ആ ഒരു ഒപ്രഷനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി നമുക്ക് എന്താണ് ഈ ദളിത് ഓട്ടോബയോഗ്രഫിയിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ കമ്പയർ ചെയ്യാം, എങ്ങനെയാണ് മെയിൽ റൈറ്റേഴ്സ് എഴുതുന്നത്, എങ്ങനെയാണ് ഫീമെയിൽ റൈറ്റേഴ്സ് ദളിത് കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നത്, ദെൻ ഇതിൽ വരുന്ന ഡിഫറൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെയും നിങ്ങൾക്കൊരു കമ്പാരിസൺ നടത്താൻ സാധിക്കും. ദെൻ ദളിത് ആസ്തെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. എന്താണ് ഈ ദളിത് റൈറ്റേഴ്സിന്റെ ഉള്ളിൽ വരുന്നത് എന്ന് വെച്ചാൽ അവർ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദളിത് ലിറ്ററേച്ചർ എപ്പോഴും ബ്യൂട്ടി, പ്ലഷർ അങ്ങനെയുള്ള ഐഡിയ എപ്പോഴും റിജക്റ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക് എന്താണ് ഫോക്കസ് ചെയ്യാനുള്ളത്, ലിബറേഷൻ, റിബല്യൻ, ഡിഗ്നിറ്റി അല്ലേ. അവരെന്താണ് അവരുടെ ഫ്രീഡത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫൈറ്റിങ്ങിനെ കുറിച്ച് അവരുടെ ഡിഗ്നിറ്റിയെ കുറിച്ചാണ് അവർ എഴുതുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഒരു റിയൽ സ്പീച്ച്, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു റിയൽ സ്പീച്ച് ആയിട്ടാണ് തോന്നുക. അല്ലാതെ ഈ പോയറ്റിക് ആയിട്ടൊന്നും അല്ല അവർ എഴുതുക. അല്ല, അവർക്ക് പെയിൻ വരുന്നത് അവർ കൃത്യമായിട്ട് പോർട്രേ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സോ നിങ്ങൾക്ക് ദളിത് റൈറ്റിങ്ങിന്റെ നെറേഷനെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. എങ്ങനെയാണ് നെറേഷൻ വരുന്നത്, എങ്ങനെയാണ് ടോൺ വരുന്നത്, ആ വർക്കിന്റെ ടോൺ എങ്ങനെയാണ് വരുന്നത്, വർക്കിന്റെ മൂഡ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ബാമ യൂസ് ചെയ്യുന്നത് ലോക്കൽ ലാംഗ്വേജ് ഓഫ് പരയ്യ വുമൺ ആണ്. എന്ന് വെച്ചാൽ പരയ്യ വുമന്റെ ലോക്കൽ ലാംഗ്വേജ് ആണ് ബാമ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ദളിത് കൾച്ചറിനെ കൃത്യമായി പോർട്രേ ചെയ്യാൻ അവരതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ദളിത് റൈറ്റേഴ്സ് ട്രഡീഷണൽ സിംബൽസ് ഓഫ് പവർ എല്ലാം റിജക്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ ജൂതനിലെ ടീച്ചറിനെ ദ്രോണാചാര്യരായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ലിംബാലെ തൻ്റെ മദറിനെ സീതയും കുന്തിയും അതുപോലെ സ്വയം കർണനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതാണ് ട്രഡീഷണൽ സിംബലുകളെല്ലാം അവരവിടെ എന്താണ് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് എഴുതുക. ഇതെല്ലാം എന്താണ് ട്രഡീഷണൽ ഐഡിയാസ്, പ്യൂരിറ്റി, സുപ്പീരിയോറിറ്റി ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഐഡിയാസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുക. സോ ഈ ഒരു നറേഷൻ, അതുപോലെ എങ്ങനെയാണ് ദളിത് റൈറ്റേഴ്സ് ട്രഡീഷണൽ സിംബൽ ഓഫ് പവറിനെ റിജക്റ്റ് ചെയ്യുന്നത്, ഇത് മറ്റുള്ള വർക്കിൽ എന്തുകൊണ്ടില്ല, ഇങ്ങനെയുള്ള കമ്പാരിസൺ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതാണ് നെക്സ്റ്റ് പാർട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. എന്താണ് ദളിത് വേഴ്സസ് നോൺ ദളിത് റൈറ്റിംഗ്. ദളിത് റൈറ്റേഴ്സും നോൺ ദളിത് റൈറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവരെന്താണ് ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് നോക്കാം. നോൺ ദളിത് റൈറ്റേഴ്സ് എപ്പോഴും ദളിത്സിനെ ഒരു പാസീവ് വിക്ടിംസ് ആയിട്ടാണ് എഴുതാറ്. ഇപ്പൊ നിങ്ങൾ അൺടച്ചബിൾ എന്ന് പറഞ്ഞ വർക്ക്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ വർക്ക്, ഇതൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ദളിത് ക്യാരക്ടേഴ്സ് സഫർ ചെയ്യുന്നത് പോർട്രേ ചെയ്ത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഏജൻസി, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭാഗം ഇല്ല. എന്ന് വെച്ചാൽ അവർ വെറും പാസീവ് ആയിട്ടുള്ള ആ ഒരു സ്ട്രഗിൾസ് എല്ലാം ഫേസ് ചെയ്യുന്ന ആളുകളായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. റൈറ്റേഴ്സ് എപ്പോഴും ക്യാരക്ടേഴ്സിനെ, എന്ന് വെച്ചാൽ ദളിത് റൈറ്റേഴ്സ് ആണെങ്കിൽ എപ്പോഴും എന്താണ് ആക്റ്റീവായിട്ട് അവരുടെ റിബല്യസ് നേച്ചറാണ് പോർട്രേ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ദളിത്സ് എപ്പോഴും എന്താണ് പല മൂവ്മെന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഓപ്പറേഷനെ ഫൈറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ദളിത് റൈറ്റേഴ്സിന്റെ വർക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നോൺ ദളിത് റൈറ്റേഴ്സ്, ദേ വിൽ പോർട്രേ ദിസ് ദളിത് പീപ്പിൾ ആസ് പാസീവ് റിസീവേഴ്സ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം റിസീവ് ചെയ്യുന്ന ആൾക്കാരെ പോലെയാണ് നോൺ ദളിത് റൈറ്റേഴ്സ് ദളിതായിട്ടുള്ള ആളുകളെ കുറിച്ച് പോർട്രേ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ദളിത് ലിറ്ററേച്ചർ ചില സമയത്ത് നമ്മൾ മറ്റൊരു കാര്യത്തിനും കൂടിയായിട്ട് കമ്പയർ ചെയ്യും. അതെന്താ, ആഫ്രിക്കൻ ആളുകളുടെ സ്ട്രഗിളിനെ കുറിച്ച് നമ്മൾ അല്ലെ അഫ്രോ അമേരിക്കൻ ലിറ്ററേച്ചറുമായിട്ട് ദളിത് ലിറ്ററേച്ചർ നമ്മൾ കമ്പയർ ചെയ്യും. ബിക്കോസ് എന്താണ് രണ്ടിലും ആ ഡിസ്ക്രിമിനേഷൻ അതുപോലെ ഈക്വാലിറ്റിക്കുള്ള ഡിമാൻഡിങ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സോ എഗെയിൻ ഗ്ലോബൽ മൂവ്മെന്റുമായിട്ടും എങ്ങനെയാണ് ദളിത് ലിറ്ററേച്ചർ കമ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അഫ്രോൺ അമേരിക്കൻ ലിറ്ററേച്ചർ നമ്മൾ പറയും എന്താണ് ബ്ലാക്ക് പാന്തേഴ്സ്, ദളിത് പാന്തേഴ്സ്. ബ്ലാക്ക് പാന്തേഴ്സ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് എവിടെയാണ്, അമേരിക്കയിൽ വന്നിട്ടുള്ളതാണ്. ആഫ്രിക്കൻ ജനങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് അവരുടെ റേസിസത്തിനൊക്കെ എതിരെ ഫൈറ്റ് ചെയ്തു. സെയിം തിങ് ആണ് ദളിത് ആളുകൾ ഇവിടെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തത്. സോ ദളിത് പാന്തേഴ്സ്. അപ്പൊ ഇവരെ കണക്ട് ചെയ്തിട്ട് പല രീതിയിലുള്ള കമ്പാരിസൺ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അഫ്രോ അമേരിക്കൻസ് ആയാലും എന്നുവെച്ചാൽ അഫ്രോ അമേരിക്കൻസ് ആയാലും ഇപ്പൊ ദളിത്സ് ആയാലും അവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ അതുപോലെ ഇക്വാലിറ്റി ആണ് അവർ എന്നുവെച്ചാൽ ഡിസ്ക്രിമിനേഷനെ ഫൈറ്റ് ചെയ്യുകയാണ്, അവർക്ക് ഇക്വാലിറ്റിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുകയാണ് അവർ ഓരോ വർക്കിലും ചെയ്യുന്നത്. അഫ്രോ അമേരിക്കൻ ആണെങ്കിൽ റേഷ്യൽ സെഗ്രിഗേഷൻ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ ദളിത്സ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്
അവരുടെ ഏറ്റവും വലിയ വില്ലൻ, അതിനെതിരെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ടിലും നിങ്ങൾക്ക് പെയിൻ എക്സ്പ്രസ് ചെയ്യുന്നത് കാണാം. ലിറ്ററേച്ചറിലൂടെയുള്ള ഒരു പ്രതികരണവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ ഇതുപോലെ തന്നെ ദളിത് ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് മാർക്സിസ്റ്റ് തോട്ട് കാണാം. ഇപ്പൊ ചില സ്കോളേഴ്സ് ദളിത് ലിറ്ററേച്ചറിനെ മാർക്സിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കാണാം. ബിക്കോസ് മാർക്സിസം ഈസ് ഓൾവേസ് എന്താണ്, ആ ഒരു താഴേക്കിടയിലുള്ള ജനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ദളിത് ലിറ്ററേച്ചർ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് കഞ്ചായ് ഇലയാസ്, വൈ ഐ ആം നോട്ട് എ ഹിന്ദു. ശരിക്കും ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ് ആണ്, ആ ഒരു ഡൊമിനൻസിനെയാണ് അവർ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അതിൽ ദളിത് കൾച്ചറിനെ ഒരു ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ് കൾച്ചർ ആയിട്ടാണ് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഐഡിയാസ് ശരിക്കും ഫ്രാൻസ് ഫാനന്റെ ഐഡിയ വെച്ചാൽ ദ വ്രെച്ച്ഡ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞ വർക്കിലുള്ള ഐഡിയാസ് പോലെയാണ് അദ്ദേഹം പോർട്രേ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ദളിത് ഓട്ടോബയോഗ്രഫിയിൽ എങ്ങനെയാണ് കൾച്ചറൽ ഐഡന്റിറ്റി പോർട്രേ ചെയ്യുന്നത്, നെക്സ്റ്റ് നിങ്ങൾക്ക് അതും നോക്കാം. ദളിത് റൈറ്റേഴ്സ് എന്താണ്, എവരിഡേ എക്സ്പീരിയൻസ് പോർട്രേ ചെയ്യും. അവരുടെ കാസ്റ്റ് എന്ന് വെച്ചാൽ ദളിത് കൾച്ചർ സെലിബ്രേറ്റ് ചെയ്യുന്നതിനൊപ്പം അവർ അവരുടെ കാസ്റ്റ് ഒപ്രഷൻ എക്സ്പോസ് ചെയ്യും. അതുപോലെ തന്നെ ഡൊമിനന്റ് സോഷ്യൽ സ്ട്രക്ചറിനെ ചലഞ്ച് ചെയ്യുന്നതും നിങ്ങൾക്ക് അവരുടെ വർക്കിൽ കാണാൻ സാധിക്കും. ദളിത് സ്വന്തമായൊരു ഐഡന്റിറ്റി ഒരു പ്ലേസ് ലിറ്ററേച്ചറിൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെയാണ് ദളിത് ലിറ്ററേച്ചർ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ വരുന്നത്. ദളിത് ലിറ്ററേച്ചറിന്റെ ഒരു പ്ലേസ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റഡീസ് ഒക്കെ നിങ്ങൾക്ക് നടത്താം. ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ് ഇറ്റ്സ് ഗുഡ് ടു ഡു ദാറ്റ്. നമ്മളെപ്പോഴും പറയും, ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സാമിനെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാം. എന്ന് വെച്ചാൽ ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഹൗ ദളിത് ലിറ്ററേച്ചർ ഈസ് കമ്പയർ ടു അതർ വർക്ക്സ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. വാട്ട് എവർ യു നോ അബൌട്ട് ദാറ്റ് ടോപ്പിക് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഓൺ ഇൻ ദ പേപ്പർ എന്നാണ് പറയുക. കാരണം നിങ്ങൾ എന്താണ് മാസ്റ്റേഴ്സ് ആണ്. സോ യു ഗൈസ് നീഡ് ടു റീഡ് അലോട്ട്. വൈഡ് റീഡിങ് വേണം. അപ്പോൾ വൈഡ് റീഡിങ് വരുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർക്ക് കിട്ടുവാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ പഠിക്കാനുണ്ട് എന്താണ് ആ ഒരു 2 സാലി മോർഗന്റെ മൈ പാലസ് എന്നൊക്കെ പറഞ്ഞ വർക്കൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വർക്കൊക്കെ പഠിക്കുമ്പോൾ അതിനെ വെച്ച് വരുന്ന കണക്ട് ചെയ്ത് വരുന്ന വർക്കുകളെ വെച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, നൗ ഡയസ്പോറിക് ആൻഡ് മൈഗ്രേറ്ററി റൈറ്റിംഗ് അനദർ ഏരിയ ആണ്. ഡയസ്പോറിക് വർക്ക് അല്ലെങ്കിൽ മൈഗ്രേറ്ററി റൈറ്റിംഗ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ജുംബ ലാഹിരിയുടെ വർക്ക്സ് ആണ്. അപ്പോൾ മൈഗ്രേറ്ററി റൈറ്റിംഗിൽ എന്താ വരുന്നത്, ആ ഒരു റൂട്ട്ലെസ്നെസ്, ലാക്ക് ഓഫ് ബിലോങ്ങിങ് എന്ന് വെച്ചാൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി മാറി താമസിക്കുന്ന ആളുകളാണ് അവർ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, സ്വന്തമായൊരു റൂട്ടില്ല, തനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു സ്ഥലമില്ല. ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് മൈഗ്രേറ്ററി റൈറ്റിംഗിൽ കാണുക. ഇനി ഡയസ്പോറിക് ലിറ്ററേച്ചറിലാണെങ്കിൽ ആ ഒരു 2 കൾച്ചറിന്റെ ഇടയിൽ താമസിക്കുന്ന ആ ഒരു അവസ്ഥയാണ് പോർട്രേ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ജുംബ ലാഹിരിയുടെ വർക്ക് എല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അതുപോലെ തന്നെ റൈറ്റിംഗ് ഓഫ് എക്സൈൽ ആൻഡ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, അത് ഇതിൽ തന്നെ വരുന്ന അനദർ ഏരിയ ആണ്. എന്ന് വെച്ചാൽ നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക. ആ ഒരു സാഹചര്യത്തിൽ വരുന്ന വർക്കുകൾ എന്തായിരിക്കും, അത് അവരുടെ മാനസികമായ ഫ്രസ്ട്രേഷനും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ജർമ്മനിയിലെ ഹോളോകോസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ അവർ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഹൈലി ഫ്രസ്ട്രേറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ അവരെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതും ഓരോ കാര്യങ്ങൾ, പിന്നിൽ ഓരോ ബോംബ് പൊട്ടുന്നതും, അവർ ആ നടന്നു പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവർ ഡിസ്ക്രൈബ് ചെയ്യും. സോ അതിൻ്റെ ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ ആ ഉള്ളിലൊരു എന്താ പറയുക കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ ഫോഴ്സ്ഡ് മൈഗ്രേഷനിൽ എന്താണ്, ഫുള്ളും സഫറിങ് ആൻഡ് ലോസ് ആയിരിക്കും. തനിക്ക് സ്വന്തമായ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു, അതിൻ്റെ വേദനയായിരിക്കും നിങ്ങൾക്ക് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കുക. അതിൻ്റെ എക്സാമ്പിൾ ആണ് സത്യേന്ദ്ര നന്ദൻസ് റിക്വം ഫോർ എ റെയിൻബോ. ഇതിലെ ഇന്ത്യൻ ഇൻഡൻജർ ലാബേഴ്സ് എന്ന് വെച്ചാൽ ഫിജിയിലുള്ള ലാബേഴ്സിന്റെ ആ ഒരു അവസ്ഥയാണ് ഇദ്ദേഹം പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഏരിയ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ മൈഗ്രേറ്ററി റൈറ്റിംഗ് ഫോഴ്സ്ഡ് അല്ലാത്തത്, ആളുകൾ ഇഷ്ടത്തോടെ മാറി താമസിക്കുന്നു ബട്ട് സ്റ്റിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് കുറിച്ചും, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ട് പോകേണ്ട ആളുകളുടെ അവസ്ഥ. അപ്പോൾ 2 പേരുടെയും വ്യൂ പോയിന്റ് വ്യത്യസ്തമായിരിക്കും അല്ലേ, 2 പേരുടെയും എക്സ്പീരിയൻസ് വ്യത്യസ്തമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഫസ്റ്റ് പീപ്പിൾ എന്താണ് അവരുടെ ലൈഫ് സെറ്റിൽഡ് ആക്കാനൊക്കെ ആയിരിക്കും താമസം മാറിയിട്ടുണ്ടാവുക. സെക്കൻഡ് പീപ്പിളിൻ്റെ അവസ്ഥ എന്താണ്, അവരെ ഫോഴ്സ് ചെയ്തിട്ടാണ് അവിടെ എത്തിക്കുന്നത്. സോ 2 വർക്കിലും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് ആണ് നിങ്ങൾക്ക്
കാണാൻ സാധിക്കുക. സോ ഈ ആളുകളെ വിളിക്കുന്ന പേര് ഗിർമിത്തിയാസ് എന്നാണ്. അവർ 1789-96 ഇടയിൽ മൈഗ്രേറ്റഡ് ആയതാണ്. പക്ഷെ അവരുടെ ഐഡന്റിറ്റി ഇന്ത്യൻ ട്രഡീഷനുമായിട്ടും കൾച്ചറുമായിട്ടാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ഒരു അവസ്ഥ, ആ രണ്ട് കൾച്ചറിൽ നിന്നിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ് സത്യേന്ദ്ര നന്ദൻ റിക്വം ഫോർ എ റെയിൻബോ എന്ന് പറഞ്ഞ വർക്കിൽ പോർട്രേ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനി മൈഗ്രന്റ് റൈറ്റിംഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഐഡന്റിറ്റി ക്രൈസിസ്, ഫ്രാക്ചേർഡ് ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ മൈഗ്രൻസ് എപ്പോഴും ഫ്രാഗ്മെന്റഡ് ഐഡന്റിറ്റിയാണ്. കാരണം എന്തുകൊണ്ടാണ്? കൾച്ചറൽ ട്രഡീഷൻസ് എല്ലാം അവരെ അവരുടെ റൂട്ട്സിനെ പ്രിസർവ് ചെയ്യാൻ സഹായിക്കും. പക്ഷെ വെൻ ദേ മൂവ് ടു ദർ, ഇവർ ഈ രണ്ട് കൾച്ചറിന്റെ നടുക്കിലായതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ നന്ദൻ പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് മാറുകയും ഈ ഫിജിയിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിലേക്ക് മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിലെ പേഴ്സണൽ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ താല്പര്യത്തോടെ മൂവ് ചെയ്തതാണ്. അപ്പൊ രണ്ട് കാര്യവും നിങ്ങൾക്ക് ആ ഓട്ടോബയോഗ്രഫിയിൽ കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, അതിനെക്കുറിച്ച് പറഞ്ഞതും അതല്ലാതെ വളരെ നോർമൽ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദ റൈറ്റർ ആസ് എൻ ഔട്ട്സൈഡർ. ഒരു റൈറ്റർ പുറത്ത് നിന്നിട്ട് എഴുതുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ചില സമയത്ത് ആളുകൾ റിയാലിറ്റി ഇമാജിനേഷനിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലാതെ ഇമാജിനേഷനിൽ എഴുതാൻ ശ്രമിക്കും. അതാണ് പോയിട്രി, ഫിക്ഷൻ, ഡ്രാമ, എസ്സേ, ട്രാവൽ റൈറ്റിംഗ്. ഇതിലൂടെയൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കില്ല, പക്ഷെ ആ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുക. ഇറ്റ്സ് ഇമാജിനേഷൻ. ഇനി അതുപോലെ തന്നെ ഞാൻ ഇന്ന കോണ്ടെക്സ്റ്റിൽ നിന്നപ്പോൾ ഇന്നതാണ് എനിക്ക് തോന്നുക എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്തിട്ട് എഴുതുന്ന വർക്കുകളുണ്ട്. സോ അങ്ങനെയുള്ള വർക്കുകളാണ് പോയട്രി, ഫിക്ഷൻ, ഡ്രാമ, എസ്സേ ആൻഡ് ട്രാവൽ റൈറ്റിംഗ്. റൈറ്റേഴ്സ് അവരുടെ ഐഡിയാസ് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ, ചിലപ്പോൾ മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രോയിഡിയൻ വ്യൂ പോയിന്റ്സ് ആയിരിക്കും. ഈ വ്യൂ പോയിന്റ്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും റൈറ്റേഴ്സ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എഴുതാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മുൻഷി പ്രേംചന്ദ് സ്റ്റോറീസ്. അതിൽ മാർക്സിസ്റ്റ് ഐഡിയാസ് ആണ് അദ്ദേഹം പോർട്രേ ചെയ്യുന്നത്. നെക്സ്റ്റ്, DH ലോറൻസ്, ഫ്രോയിഡിയൻ സൈക്കോളജിയാണ് അദ്ദേഹത്തിന്റെ വർക്കിൽ വരുന്നത്. ജോർജ് ഓർവെൽ ആണെങ്കിൽ ഡെമോക്രാറ്റിക് ഐഡിയാസ് ആണ്. റൂസോ ആൻഡ് വേർഡ്സ്വർത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് നേച്ചറിനോടുള്ളൊരു ഡീപ്പ് ലവ് ആണ്. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഇമാജിനറിയിലൂടെയാണ് എഴുതുന്നത്. ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. ജോർജ് ഓർവെലിന്റെ എനിമൽ ഫാം എന്ന് പറഞ്ഞ വർക്ക് എടുത്താൽ നിങ്ങൾക്ക് പല ക്യാരക്ടേഴ്സ് കാണാം. ഈ ക്യാരക്ടേഴ്സ് എല്ലാം എനിമൽസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഡെമോക്രാറ്റിക് വാല്യൂസ് ആണ് അദ്ദേഹം പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നത്, പക്ഷെ അത് എനിമൽസിലൂടെയാണ്. സോ അത് ക്ലിയർലി ഒരു ഫിക്ഷണൽ വേൾഡ് ആണ്. ദെൻ ഫിക്ഷണൽ വേൾഡിലെ അദ്ദേഹം ഇമാജിനേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇമാജിനേഷനിലാണ് അദ്ദേഹം ആ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. സോ ഒരു ട്രൂത്ത് പറയാനാണ്, ഒരു റിയാലിറ്റി പോർട്രേ ചെയ്യാനാണ്, ബട്ട് അറ്റ് എ ടൈം ഇമാജിനേഷനിലൂടെയാണ് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുള്ളത്. അതാണ് റൈറ്റേഴ്സ് സംടൈം പ്രസന്റ് റിയാലിറ്റി ത്രൂ ഇമാജിനേഷൻ, പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടാതെ അങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് ലിറ്റററി റൈറ്റിംഗ് ഉണ്ടെന്ന് നോക്കാം. റിയലിസ്റ്റിക് റൈറ്റിംഗ് പ്രസന്റ് സോഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറൽ റിയാലിറ്റീസ്. അതിൽ വരുന്നതാണ് ഫെയറി ടെയിൽസ്, സൂപ്പർ നാച്ചുറൽ സ്റ്റോറീസ്, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആൻഡ് സയൻസ് ഫിക്ഷൻ. അതിലൊരു എക്സാമ്പിൾ ആണ് ഇബ്സന്റെ ഡോൾസ് ഹൗസ്, അതുപോലെ മേരി ഷെല്ലിയുടെ ഫ്രാങ്കസ്റ്റൈൻ. ഇത് സയൻസ് ഫിക്ഷൻ ആണ്, ഡോൾസ് ഹൗസ് റിയലിസം ആണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥ, സമൂഹത്തിലുള്ള അവസ്ഥയെ അദ്ദേഹം ഒരു ഇമാജിനറി സ്റ്റോറിയിലൂടെ പോർട്രേ ചെയ്യുന്നത് അല്ലെ. ഡോൾസ് ഹൗസിൽ സ്ത്രീകളുടെ അവസ്ഥയാണ് പോർട്രേ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് പോർട്രേ ചെയ്തത്. പക്ഷെ അതൊരു ഇമാജിനറി സ്റ്റോറിയിലൂടെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇനി ഇവർ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ, സംടൈംസ് ദേ വിൽ യൂസ് മിത്ത്, അല്ലെങ്കിൽ അലിഗറി, അല്ലെങ്കിൽ എന്തെങ്കിലും ലെജൻഡറി സ്റ്റോറീസ്, അല്ലെങ്കിൽ ലെജൻഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൻറ്റസി ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത് എന്തിനെ സഹായിക്കുന്നു? ലിറ്ററേച്ചറിലുള്ള ഡീപ്പർ മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്നു. ഒരുപാട് ലിറ്റററി വർക്ക്സ് ഈ എലമെന്റ്സിൽ പലതും ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതിന് എക്സാമ്പിൾ പറഞ്ഞു തരാം. റോസി ഹ്യൂലറ്റ് എന്ന് പറഞ്ഞൊരു റൈറ്റർ ഉണ്ട്. റോസി ഹ്യൂലറ്റ് വിമൻ കണ്ടീഷൻ ആണ്, ആ ഒരു സ്ത്രീകളുടെ റിയാലിറ്റി, സ്ത്രീകളുടെ കണ്ടീഷന്റെ റിയാലിറ്റിയാണ് അവർക്ക് പോർട്രേ ചെയ്യേണ്ടത്. സോ ദേ റോട്ട് എ സ്റ്റോറി ബേസ്ഡ് ഓൺ മെഡുസ.
സോ മെഡുസ എന്ന് പറയുന്നത് മിത്തോളജി ക്യാരക്ടറാണ്. അവരുടെ ഒരു സ്റ്റോറിയാണ് ഇവർ എഴുതിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ അതിലെ മിത്ത് ഉപയോഗിക്കുന്നു, മിത്തോളജിക്കൽ സ്റ്റോറി ഉപയോഗിക്കുന്നു, ബട്ട് ദേ ആർ ഷോയിങ് ദ സ്ട്രഗിൾസ് ഓഫ് വിമൻ. അപ്പൊ അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയെ പ്രസന്റ് ചെയ്യാൻ ദേ യൂസ്ഡ് മിത്ത്. അതിൽ പല കാര്യങ്ങൾ, ലെജൻഡ് ആണ്. മെഡുസ ഈസ് എ ലെജൻഡ്. സോ ഷീസ് എ ഈവിൾ ക്യാരക്ടർ എന്ന് പറയുന്നു. സോ അങ്ങനെ പല എലമെന്റ്സും കമ്പയർ ചെയ്ത്, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് അവർ ഈ ഒരു വർക്കിലൂടെ സ്ത്രീകളുടെ റിയാലിറ്റിയെ പോർട്രേ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഓരോ സ്റ്റോറീസ് റിയാലിറ്റിയെ പ്രസന്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുപോലെയുള്ള മൾട്ടിപ്പിൾ ജേർണേഴ്സിന്റെ എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് പറയുന്നത്. എനിമൽ ഫാം ഒരു അലിഗറി, ഫേബിൾ, പൊളിറ്റിക്കൽ ടെക്സ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ജോർജ് ഓർവെലിന്റെ. ദെൻ ദ റൈം ഓഫ് ദ ആൻഷ്യൻ മറൈനർ. ഇതിൽ മോറൽ, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് കാണുക. അതിലൂടെയാണ് ഒരു റിയാലിറ്റി ജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഹാരി പോട്ടറിൽ നിങ്ങൾക്ക് ഫാന്റസി, അഡ്വഞ്ചർ, മിസ്റ്ററി, മാജിക് ഒക്കെ കാണാം. അതിലും ഒരു സ്റ്റോറി, റിയാലിറ്റിയാണ് പോർട്രേ ചെയ്യുന്നത്. സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ മാജിക്കൽ റിയലിസം ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് വാട്ട് യു ക്യാൻ സീ, കൃത്യമായിട്ട് നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചും അതുപോലെയുള്ള പല രീതിയിലുള്ള റിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വർക്കിൽ കാണാൻ സാധിക്കും. ഇനി ഹൗ ട്രാൻസ്ലേഷൻ ഹെൽപ്ഡ് ഇൻ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ. ട്രാൻസ്ലേഷൻ നോളജ്, കൾച്ചർ പല ലാംഗ്വേജിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഒന്നാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള പല നോളജും മറ്റുള്ള കൾച്ചറിലേക്ക് എത്തുന്നത് ട്രാൻസ്ലേഷൻ വഴിയാണ്. ഇപ്പോൾ സാൻസ്ക്രിറ്റ് വർക്കുകൾ എടുക്കുന്നു, വി വിൽ ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ് ആൻഡ് അത് ഗ്ലോബലി സ്പ്രെഡ് ആവുന്നു. അപ്പോൾ അതിലൂടെ എന്താണ്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള പല അറിവുകളും നോളജും ഒക്കെ ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റ് ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നും. ഒറിജിനലിനെ പോലെ തന്നെ തോന്നും. പക്ഷേ ഒരു ന്യൂ ഇന്റർപ്രിറ്റേഷൻ ആണ് നിങ്ങൾക്ക് അതിൽ വരാൻ ഫീൽ ചെയ്യുക. ട്രാൻസ്ലേഷൻ ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ ഒരു നാഷനിൽ നിന്ന് മറ്റൊരു നാഷനിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ട്രാൻസ്ലേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇബ്സന്റെ ഡോൾസ് ഹൗസ് ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഇബ്സന്റെ ഡോൾസ് ഹൗസ് പല ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോൾസ് ഹൗസ് ഒറിജിനൽ സ്റ്റോറി പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ അതിലൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് കാണാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞുതരാം. ഫ്രം ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, മഹാഭാരതം നമുക്കറിയാം ഓൾഡ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ്. ദെൻ നൗ എ ഡേയ്സ് നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസ്ലേഷൻസ് അതിൻ്റെ കാണാം. അതിൽ വന്നിട്ടുള്ളതാണ് ചിത്ര ബാനർജി ദിവാകർ ഉണ്ണിയുടെ നോട്ട് ഇറ്റ് ഡൗൺ, ഓക്കെ, ദിവാകർ ഉണ്ണിയുടെ പാലസ് ഓഫ് ഇലൂഷൻ എന്ന് പറഞ്ഞ വർക്ക്. സോ ഒറിജിനൽ മഹാഭാരതത്തിന്റെ സ്റ്റോറി തന്നെയാണ് നിങ്ങൾക്ക് അതിൽ കാണാം. പക്ഷെ ഒരു വിമൻ പേഴ്സ്പെക്റ്റീവിലാണ്, സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവിലാണ്, സ്ത്രീകളുടെ പേഴ്സ്പെക്റ്റീവിലാണ് അത് എഴുതിയിട്ടുള്ളത്. സോ അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ട്രാൻസ്ലേഷൻ വരുമ്പോൾ ആ ഒരു ഒറിജിനൽ ടെക്സ്റ്റിന്റെ സ്റ്റോറി തന്നെയാണ് വരുന്നത്, ബട്ട് ഇറ്റ് റിട്ടൺ ബൈ അനദർ പേഴ്സൺ ആൻഡ് അതിലൊരു അനദർ വ്യൂ പോയിന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതാണ് ഇവിടെ എക്സാമ്പിൾ. എപ്പിക്സ് ലൈക്ക് രാമായണ, മഹാഭാരത ഇതെല്ലാം വൈഡ്ലി ട്രാൻസ്ലേറ്റഡ് ആണ്. ദളിത് ലിറ്ററേച്ചറും എന്താണ് ട്രാൻസ്ലേഷനിലൂടെയാണ് ജനങ്ങൾ അറിഞ്ഞത്. ബിക്കോസ് അവരുടെ ആ ഒരു നേറ്റീവ് ലാംഗ്വേജിൽ വന്നാൽ അത് സ്പ്രെഡ് ആവാത്തത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ അങ്ങനെയാണ് അതിനെ കിട്ടുന്നത്. ദെൻ ഒരു ടെസ്റ്റിന്റെ തന്നെ റീടെല്ലിംഗ് എന്താണ്, പുതിയ പേഴ്സ്പെക്റ്റീവ് ആണ് ആ ഒറിജിനൽ സ്റ്റോറിക്ക് കൊടുക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹാഭാരതം. ഇറ്റ് ചലഞ്ചസ് ട്രഡീഷണൽ നറേറ്റീവ്സ് ആൻഡ് കൾച്ചറൽ അസംഷൻസ്. അത് തന്നെയാണ് നിങ്ങൾക്ക് ചിത്ര ബാനർജി ദിവാകർ ഉണ്ണിയുടെ വർക്കിൽ കാണാൻ സാധിക്കുക. ആ ട്രഡീഷണലി ഉള്ള പല കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ചലഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. റൈറ്റേഴ്സ് ഹിഡൻ വോയിസുകൾ എന്ന് വെച്ചാൽ ഇഗ്നോർ ചെയ്യപ്പെട്ട ഹിഡൻ വോയിസുകളെ റിവീൽ ചെയ്യും. ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. എന്താണ്, ചിത്ര ബാനർജി ദിവാകർ ഉണ്ണിയുടെ പാലസ് ഓഫ് ഇലൂഷനിൽ നിങ്ങൾക്ക് സെൻട്രൽ ക്യാരക്ടറായിട്ട് കാണുന്നത് ദ്രൗപദിയെയാണ്. ആക്ച്വലി മഹാഭാരതം ആരുടെ വർക്കാണ്, ആരെ ഫോക്കസ്ഡ് ആണ്, പഞ്ചപാണ്ഡവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ബട്ട് യു ക്യാൻ സീ ദ്രൗപദി ആസ് എ സെൻട്രൽ ക്യാരക്ടർ. നെക്സ്റ്റ് പോസ്റ്റ് കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ്സ് ആണ്. ചിന്നു അച്ചീബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട്. ഇത് കൊളോണിയൽ സ്റ്റീരിയോടൈപ്സിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. ആഫ്രിക്കൻ സൊസൈറ്റി ഒരു ഓർഗനൈസ്ഡ് കൾച്ചറലി റിച്ച് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ കോളനൈസേഷന് മുമ്പ് കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഈ നോവലിലെ ഡിസ്ട്രക്റ്റീവ് ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയലിസം, അത് എന്ന് വെച്ചാൽ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് കൊളോണിയലിസം എഫക്റ്റ് ആയത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുക. സോ
അതിൽ നിങ്ങൾക്ക് സ്റ്റോറി ഓഫ് ഒക്കോങ്കോ എന്ന് പറഞ്ഞ പേഴ്സണെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. സോ ഐ തിങ്ക് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ് വരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പോവാം. നെക്സ്റ്റ്, ഇപ്പൊ തന്നെ നമ്മൾ അത്യാവശ്യം ലെങ്തി വീഡിയോ ആയി. ഐ തിങ്ക് യു ഗൈസ് ക്യാൻ എന്താ പറയാ, ഈസിലി സ്റ്റഡി ചെയ്യണമെങ്കിൽ ഇത്രയാണ് നല്ലതെന്ന് തോന്നുന്നു. സോ റീടെല്ലിംഗ് ആൻഡ് റീഫ്രെയിമിംഗ് ടെസ്റ്റ് വരെ മനസ്സിലാക്കി വെക്കുക. പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റിനെ കുറിച്ച്, ആ ഒരു പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഏതാണ്, തിങ്സ് ഫോൾ അപ്പാർട്ട് ആണ് ചിന്നു അച്ചീബയുടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പറ്റുവാണെങ്കിൽ ഒന്ന് റീഡ് ചെയ്തിട്ട് വരിക, ആ ഒരു ടെക്സ്റ്റിന്റെ സ്റ്റോറിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞു പോയ കഥകളൊക്കെ ഒന്ന് ജസ്റ്റ് സിനോപ്സിസ് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ എങ്ങനെയാണ് ഓരോ വർക്കുകളുടെയും പോർട്രേ ചെയ്യുന്നത്, ഓരോ വർക്കിലും ഓരോ റിയാലിറ്റി എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ അതിനുവേണ്ടി ജസ്റ്റ് എല്ലാറ്റിൻ്റെയും ഒന്ന് സിനോപ്സിസ് വായിച്ചു പോവാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.